വെൽക്കം ബാക്ക് ടു കളർലെസ് സിസ്റ്റേഴ്സ്. ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞൊരു കുക്കിങ്ങിൻ്റെ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഞങ്ങൾ ഇന്ന് കാട പൊരിച്ചത് ഉണ്ടാക്കുന്നതാണ് ഇന്നത്തെ വീഡിയോ എന്നുള്ളത്. അപ്പോൾ നമുക്ക് എന്താണെന്ന് കണ്ടാലോ? നന്നായിട്ട് മസാല പുരട്ടിയിട്ടുണ്ട്. നമുക്കിത് പൊരിക്കാം. കാട മാത്രമല്ല, അപ്പോൾ കോളിഫ്ലവറും കൂടി ഉണ്ട്. കോളിഫ്ലവർ ക്ലീൻ ആക്കിയിട്ട് നമുക്ക് കാണാം. നമ്മളെ കോളിഫ്ലവറൊക്കെ ക്ലീൻ ആക്കി വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ സൗണ്ടാകെ മാറിപ്പോയിട്ടോ. അപ്പോൾ ഇതാ കോളിഫ്ലവറിനായിട്ട് മസാല പൊരിക്കുകയാണ്. അതുപോലെ തന്നെ മഞ്ഞൾപ്പൊടി, പിന്നെ മുളക് പൊടി ഇടുന്നുണ്ട്. അപ്പോൾ ഇതാ അടുത്തത് ഇതിലേക്ക് ഉപ്പ് എടുത്തിട്ടുണ്ട്. നമ്മളെ കോളിഫ്ലവറിൻ്റെ മാവ് മിക്സ് ചെയ്യാണ്. ഇതാണ് നമ്മൾ ചോറ് റെഡി ആയിട്ടുണ്ട്. നമ്മുടെ കാടയും അതേപോലെ റെഡിയാക്കാനുള്ളത്. പിന്നെ ഇതാ കാടൻ്റെ മുട്ട ഉണ്ട് ഗൈസ്. ഇവിടെ കാടൻ്റെ മുട്ടയാണ്. ഇതാ നമ്മൾ കോളിഫ്ലവറിൻ്റെ മസാല പുരട്ടി വെച്ചിട്ടുണ്ട്. നല്ല രസമുണ്ട് കാണാനില്ലേ. കാടയും കോളിഫ്ലവറും നമുക്ക് ഇതൊന്ന് കൊടുക്കാം. ഇത് മസാലയൊക്കെ റെഡി ആവാൻ വേണ്ടിയിട്ടാണ്. രണ്ടും മൂടി വയ്ക്കുകയാണ്. സമൂസ പറിക്കുകയാണ് കറി വെക്കാൻ വേണ്ടി. നമ്മളാ വീടിൻ്റെ അടുക്കളയിലുള്ള തൊട്ട് മുമ്പുള്ള മരമാണിത്. നമുക്ക് കറി വെക്കാൻ കർമൂസ പറിക്കാം. നമുക്ക് കർമൂസ കിട്ടി ഗൈസ്. അവിടെ കർമൂസേൻ്റെ തൊലിയൊക്കെ സെറ്റാണ്. നമ്മൾ ഇതിലേക്ക് പപ്പായ ഇങ്ങനെ ഇട്ടെടുക്കുകയാണ്. തേങ്ങ ഇതാ റെഡി ആയിട്ടുണ്ട്. ഉള്ളി ഇടാണ്. നമ്മൾ മിക്സിയിൽ അരക്കുകയാണ്. ഇതിലോട്ടേക്ക് നമ്മുടെ പപ്പായ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പച്ചമുളക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് കല്ലുപ്പ് ഇട്ട് കൊടുക്കാം. വറവിടാൻ വേണ്ടി പോകണം. അപ്പം ഇതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുകയാണ്. അപ്പം ഇതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം. ഇതാ കരിവേപ്പിലിടുന്നുണ്ട്. ഇനി നമുക്ക് നമ്മുടെ കറി ഒഴിച്ച് കൊടുക്കാം. അപ്പം ഇതാ നമ്മൾ കറി ഇവിടെ ഒഴിച്ചിട്ടുണ്ട്. നമുക്ക് അരച്ച് വെച്ച് തേങ്ങ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതെല്ലാം നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ടുണ്ട്. അപ്പം ഇന്ന് നമ്മൾ 1 മണിക്കൂർ മൂടി വെച്ച കോളിഫ്ലവർ നന്നായിട്ട് മസാല ഒക്കെ അടിപൊളിയായിട്ട് ഇതിൽ ചേർന്നിട്ടുണ്ട്. അപ്പം ഇനി നമുക്ക് കോളിഫ്ലവർ പൊരിക്കുന്ന പണി നോക്കാം. അപ്പം ഇനി നമുക്ക് ഈ കോളിഫ്ലവർ ഈ ചീനച്ചട്ടിയിൽ പൊരിച്ചെടുക്കാം. അതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിൽ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഓയിൽ ഒഴിച്ചിട്ട് നമ്മളെ ചീനച്ചട്ടിയൊക്കെ ഇത് ചൂടായിട്ടുണ്ട്. അപ്പം ഇനി നമ്മുടെ കോളിഫ്ലവറൊക്കെ നന്നായിട്ട് മിക്സ് ആക്കുന്നുണ്ട്. അപ്പം നമുക്ക് ചീനച്ചട്ടിയിലേക്ക് കോളിഫ്ലവർ ഇട്ട് കൊടുക്കാം. ഇതാ നമ്മളെ ചീനച്ചട്ടിയിൽ നമ്മളെ കോളിഫ്ലവർ ഇങ്ങനെ വെന്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം നമുക്ക് നമ്മുടെ കോളിഫ്ലവർ ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. അപ്പം നമുക്ക് നമ്മുടെ കോളിഫ്ലവർ എടുക്കാം. ഇതാ നമ്മൾ കോളിഫ്ലവർ നന്നായിട്ട് മുരിഞ്ഞിട്ടുണ്ട്. നല്ല ഭംഗിയിൽ നല്ല ക്രിസ്പി ആയിട്ട് വന്നിട്ടുണ്ട്. കോളിഫ്ലവർ കഴിഞ്ഞ് കാട ഇടാനായി നമ്മൾ കാടയ്ക്ക് വേണ്ടി എണ്ണ ഒഴിച്ചിട്ടുണ്ട്. കാട ഇട്ടിട്ടുണ്ട്. കോളിഫ്ലവറാണ്. അപ്പം എനിക്ക് ഇഷ്ടമുള്ള ഒരു കൂട്ടാണ്. അപ്പം അതാണ് ഞാൻ കഴിക്കുന്നത്. അതുപോലെ കർമൂസ കറിയുണ്ട്. അടിപൊളിയാണ്, നല്ല ടേസ്റ്റ് ഉണ്ട്.
അപ്ലോഡ് ചെയ്യുന്നതിന് മുമ്പ് എനിക്ക് കാണിച്ചു. കാട അടുപ്പിട്ടിട്ടുള്ളൂ, അതുകൊണ്ട് എടുക്കാനായിട്ടില്ല കേട്ടോ. കാട അടുപ്പത്ത് വെച്ചതാണ്, പൊരിഞ്ഞ് വരുന്നുണ്ട് കേട്ടോ. റെഡി ആയിട്ടുണ്ട്.